അലർജിയുടെ കൂടെ കണ്ണു ചൊറിച്ചിൽ കൂടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അലർജിയോടൊപ്പം തന്നെ കണ്ണു ചൊറിച്ചിലായിട്ട് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. തുമ്മല്, മൂക്കൊലിപ്പ്, അതുപോലെ തന്നെ സീസണൽ അലർജിയുടെ ഭാഗമായിട്ട് നല്ല രീതിയിൽ അലർജിയുടെ ഒപ്പം തന്നെ കണ്ണു ചൊറിച്ചിൽ കാണാറുണ്ട്. അത് മാത്രമല്ല, കണ്ണിനോട് എന്തെങ്കിലും കോൺടാക്ട് വരുന്ന, ഉദാഹരണമായിട്ട് നമ്മൾ പൗഡർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യുന്ന ആളുകൾ മേക്കപ്പ് പ്രോഡക്ട്സുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ അതൊക്കെ കണ്ണിലായിട്ട് ഒരു ഇറിറ്റന്റ് ആയിട്ട് മാറുകയും അതുവഴി തന്നെ നമുക്ക് നന്നായിട്ട് കണ്ണു ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ചില ആളുകൾക്ക് ചെങ്കണ്ണൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ ഈ ഒരു കണ്ണു ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ഷുഗറൊക്കെ കൺട്രോൾ അല്ലാത്ത ആളുകളിൽ, അതുപോലെ വാദം, ആസ്മയുള്ള ആളുകൾക്കൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ഒരു കണ്ണു ചൊറിച്ചിൽ. അതോടൊപ്പം തന്നെ ഈ അലർജിയുടെ ഭാഗമായിട്ട് തന്നെ ചിലപ്പോൾ പൊടിയുടെ അലർജിയുള്ള ആളുകൾക്കാണെങ്കിൽ പൊടി ഡയറക്റ്റ് ആയിട്ട് കണ്ണിൽ വരിക, അല്ലെങ്കിൽ പുകക്കൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ നല്ല രീതിയിൽ ചൊറിച്ചിൽ വരാറുണ്ട്. കണ്ണ് ഡ്രൈ ആവുന്നത് വഴിയും കൂടുതലായിട്ട് കണ്ണ് ചൊറിച്ചിൽ ഉണ്ടാവുന്നുണ്ട്. യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ ലൈറ്റ് ഒന്നും ഇല്ലാതെ ഫോൺ അല്ലെങ്കിൽ ടി വി ഒക്കെ കാണുമ്പോൾ കുറേ നേരം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ണ് ഡ്രൈ ആയി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കാറ്റ് തട്ടിയിട്ട് അല്ലെങ്കിൽ AC കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ തന്നെ കൂടുതലായിട്ട് കണ്ണ് ഡ്രൈ ആവുന്നുണ്ട്. നമ്മൾ ഇത് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് വരുന്നു, നിങ്ങൾക്ക് അലർജി കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നന്നായിട്ട് വെള്ളം കുടിക്കേണ്ട അത്യാവശ്യമാണ്. 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി നിങ്ങൾ കുടിക്കണം. കക്കരിക്ക നമ്മൾ കട്ട് ചെയ്തിട്ട് കണ്ണിന് മുകളിൽ വെക്കുന്നത് കണ്ണിന് നല്ല തണുപ്പ് തരാനും നല്ല ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ തണുത്ത പാലിൽ പഞ്ഞിയിൽ മുക്കിയിട്ട് കണ്ണിന് മുകളിൽ വെക്കുന്നത് വഴി നമുക്ക് കണ്ണിന്റെ ഇറിറ്റേഷൻ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടും കണ്ണിന് മുകളിൽ വെക്കുന്നത് നമുക്ക് ആ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാനും ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാനും സാധിക്കുന്നതാണ്. കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുക, കണ്ണ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതുവഴി തന്നെ നമുക്ക് ഈ ഇറിറ്റേഷൻസ് ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അലോവേര ജെല്ലൊക്കെ കണ്ണിന് മുകളിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഗ്രീൻ ടീ ഒക്കെ നമുക്ക് കണ്ണിന് മുകളിൽ വെക്കാൻ വളരെ എഫക്റ്റീവ് ആണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ണ് ചൊറിച്ചിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഒരു 15 മിനിറ്റിൽ കൂടുതൽ എന്തായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യരുത്. അതിനുശേഷം 1 മിനിറ്റെങ്കിലും നിങ്ങൾ കണ്ണ് കുറച്ച് നേരം അടച്ചു വെച്ചിരിക്കേണ്ടതാണ്. കുറച്ചു നേരം കണ്ണ് 2 കൈ കൊണ്ട് പൊത്തി വെക്കുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ട് കണ്ണിന് റെസ്റ്റ് കിട്ടുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന വഴി തന്നെ നമുക്ക് ഈ ഒരു ഇറിറ്റേഷൻ നല്ല രീതിയിൽ കുറയ്ക്കാനും ഈ ഒരു കണ്ണ് ചൊറിച്ചിലൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ അലർജിയോടൊപ്പം തന്നെ കണ്ണ് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യും.